ഹായ്, ഞാനിന്ന് ഒരമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലം എന്ന് പറയുമ്പം നമ്മൾ ഉരുള് പൊട്ടിയ സ്ഥലത്തുള്ള അമ്പലത്തിലേക്കാണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, മുണ്ടക്കൈ ഭാഗം. അങ്ങനെ ഇതാ മേപ്പാടിയിൽ നിന്ന് എനിക്ക് ബസ് കിട്ടി കേട്ടോ. അവർ കൽപ്പറ്റയിൽ നിന്ന് കയറി അതേ ബസ്സിൽ തന്നെ എനിക്ക് കയറാൻ പറ്റി. ഫ്രണ്ടിലിരിക്കുന്നത് ജിതേഷ് സാറിൻ്റെ വൈഫാണ്. ഞാനിപ്പോൾ ജിതേഷ് സാറിൻ്റെ കൂടെയാണ് മുണ്ടക്കൈക്ക് പോകുന്നത്. അവരുടെ നാടാണ്, അവരുടെ വീടും കാര്യങ്ങളൊക്കെ പോയ സ്ഥലമാണ് കേട്ടോ അത്. ഈ സൈഡിലിരിക്കുന്നത് ജിതേഷ് സാറും അതുപോലെ തന്നെ അവരെ അനിയത്തിയുടെ മോളാണ് ആയിരിക്കുന്നത്. കൂടെ കയ്യിലുള്ളത് അവരുടെ ജിതേഷ് സാറിൻ്റെ മോളാണ്, 9 മാസം. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ എത്തിയിട്ടോ. ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളിതിൻ്റെ മുകളിലേക്ക് എത്തിയത്. ഇതൊരു മലമുകളിലുള്ള അമ്പലമാണ്. ഈ ഒരു അമ്പലത്തിലാണ് ഇപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ചെറിയൊരു ഉത്സവമാണ് കേട്ടോ, അധികം ആളുകളൊന്നുമില്ല. ഇവിടെയുള്ള ആളുകളൊക്കെ ഈ ദുരന്തത്തിൽ പോയതാണ്, കുറഞ്ഞ ആളുകളേ ഉള്ളൂ. ഇത് നല്ലോണം ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഞാൻ വിചാരിക്കുന്നത് കുരങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ, അത് കിട്ടൂലല്ലോ. വീഡിയോ എടുത്താൽ കുഴപ്പമുണ്ട് അതിൻ്റെ ഉള്ളിൽ അറിയില്ല. എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഇവിടെ അവർ സദ്യയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അമ്പലത്തിൻ്റെ ഫുഡില്ലേ, അതുണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഇതാ ഇവിടെ ഒരു ചെറിയ കുളം കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിതാ അമ്പലത്തിൻ്റെ പുറകു ഭാഗത്ത് വന്ന് നിൽക്കുക കേട്ടോ. ഇവിടുന്ന് നമുക്ക് കറക്റ്റായിട്ട് ഉരുള് പൊട്ടിയ ഭാഗമൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടുന്ന് നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനും സാധിക്കും കേട്ടോ. ഈ ബാക്കിൽ കാണുന്നില്ലേ, ഇതാണ് ഉരുള് പൊട്ടിയ സ്ഥലം. അതായത് ഉരുള് പൊട്ടി വന്ന സ്ഥലത്തെയാണ് ഈ കാണിക്കുന്നത്. എന്തൊരു ഭീകരമായിട്ടുള്ള സ്ഥലമല്ലേ ഈ ഭാഗം. എനിക്ക് കണ്ടിട്ട് തന്നെ എന്തൊക്കെയോ ആവുന്നു. കുട്ടി വാങ്ങിയില്ല, സീക്കുട്ടി സീക്കുട്ടി വാങ്ങില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ തീർത്ഥവെള്ളവും പ്രസാദവും അതുപോലെ തന്നെ കുറിയൊക്കെ വാങ്ങി തൊട്ട് അതിനുശേഷം ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓട്ടോ വന്ന് ഞങ്ങൾ നേരെ തിരിച്ച് മേപ്പാടിക്ക് പോവാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബേലി പാലം എന്ന് പറയുന്നത്.
ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ഫോട്ടോസാണ് ഈ കാണുന്നതാണ് നിത. ഇപ്പോഴും എനിക്ക് ആ ഒരു ഞെട്ടൽ ഷോക്ക് പോയിട്ടില്ല അവൾ മരിച്ചു എന്നുള്ളത്. കാരണം എൻ്റെ ഒപ്പം ടൈപ്പ് റൈറ്റിങ്ങിൽ പഠിച്ചതാണ്, ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ച് നടന്നതാണ് അവിടെയൊക്കെ. ഇപ്പോഴും പോകുന്നില്ല മനസ്സിന്ന് ആ ഒരു മുഖം. അങ്ങനെ ഇതാ മേപ്പാടിക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഞങ്ങളിത് അവിടെ കയറിയിരിക്കുകയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അമ്മല്ലേ അവിടെ ക്ലാസ്സിൽ വിളിച്ചിട്ട് ഞാൻ വരില്ല എന്നൊന്ന് പറയുമോ? അങ്ങനെ ഇതാ ഞങ്ങൾ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. വൈകിട്ട് 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. നല്ല അടിപൊളി ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ നല്ല അടിപൊളി പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ദീപ ചേച്ചീനെ ബുദ്ധിമുട്ടിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു കണ്ണട. അതിട്ടിട്ട് ഇപ്പോൾ ഷൈൻ ചെയ്യും ഒരാൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഇതാ നിറച്ച് റോട്ടിലെ ആളുകൾ. ഇന്നാണ് ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ദിവസവും. അപ്പോൾ UDF ജയിച്ചു, അതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനത്തിൻ്റെ ആൾക്കൂട്ടാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഇതാ ഞങ്ങൾ മുന്നോട്ട് എഴഞ്ഞഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഒച്ച എഴുന്ന പോലെ എഴഞ്ഞാലേ അവിടെ എത്തുള്ളൂ, അത്ര ആളുകൾ തിരക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇത് അവിടെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. ഇനി അവിടെ ബസ് കാത്തുന്ന രക്ഷയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ മുന്നോട്ട് നടന്ന് ഞാനൊരു ഓട്ടോ വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.